നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം അങ്ങനെയൊന്നും പെട്ടെന്ന് അടങ്ങില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഹൈക്കോടതി പോലും ഒരു നിർണായക തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. SITയുടെ കോർട്ടിൽ പൂർണ്ണമായും പന്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എന്നിട്ടും വേണ്ട വിധത്തിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്നൊരു പരാതി വരുന്നു. വാസുവിനെ തൊടാൻ മടിക്കുന്നു എന്നടക്കം പറയുന്നു. അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. എങ്ങോട്ടേക്കായിരിക്കാം ഈ ഒരു വിഷയം പോകുന്നത്? ഒപ്പം പെട്ടെന്ന് കെട്ടടങ്ങാനുള്ള സാധ്യത ഉണ്ടാകുമോ? പലയിടത്തും പല ഉന്നതരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ ആരായിരിക്കാം ഉന്നതർ എന്ന ചോദ്യവും കൂടി അവശേഷിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ AKG സെൻറ്റർ ഞെട്ടി വിറയ്ക്കുകയാണ്. കാരണം കുടുങ്ങിയിരിക്കുന്നത് നിസ്സാര നേതാവല്ല, N വാസുവാണ്. വാസു പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ്. AKG സെൻറ്ററിലെ ഏറ്റവും അടുപ്പക്കാരനാണ്. 2019 അന്ന് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിയാളുമ്പോൾ N വാസുവിനെ അന്ന് കേരളം ശ്രദ്ധിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗം വിശദീകരിക്കാൻ അന്ന് സുപ്രീം കോടതി അഭിഭാഷകരെ കാണാനായി ദില്ലിയിലേക്ക് പറക്കുന്ന N വാസു തിരികെ AKG സെൻറ്ററിലേക്ക് ഓടി വന്ന് കോടിയേരി ബാലകൃഷ്ണനുമായി അടച്ചിട്ട മുറിയിലിരുന്ന് ചർച്ച നടത്തുന്ന വാസു. അന്ന് പത്മകുമാർ വെറും നോക്കുകുത്തിയായിരുന്നു. പത്മകുമാർ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവാണ്. അതിശക്തനായ N വാസു ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. വാസുവിനെ രക്ഷിക്കാൻ അവസാന നിമിഷവും തത്രപ്പാടുപെടുന്ന സർക്കാരിനെയും ഇടതുപക്ഷ നേതാക്കളെയും ഒക്കെ നമുക്ക് കാണാം. വാസു അറസ്റ്റിലായാൽ അതിന് പിന്നാലെ ചില വമ്പന്മാർ കൂടി നിലംപൊത്തും എന്നാണ് കേരളം പൊതുവെ കരുതുന്നത്. അതിനുവേണ്ട തെളിവുകൾ പുറത്തേക്ക് വരുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. N വാസു സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുമ്പോൾ ശബരിമലയിൽ നടന്ന മഹാകൊള്ളയുടെ ഒട്ടനവധി കഥകൾ ഇനി പുറത്തേക്ക് വരേണ്ടതുണ്ട്. N വാസുവിൻ്റെ വളർച്ച അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടും. വളരെ നേരത്തെ 1980കളിൽ കുളനട പഞ്ചായത്ത് പ്രസിഡൻ്റായ വാസു CPM നേതാവായിരുന്നു. ഇപ്പോൾ ശബരിമല കൊള്ളയിൽ അറസ്റ്റിലാകുന്ന CPM നേതാക്കളുടെ നിര 3ലേക്ക് ഉയർന്നിരിക്കുന്നു. മുരാരി ബാബു CPMൻ്റെ അടുത്ത യൂണിയൻ നേതാവാണ്. പിന്നീട് അറസ്റ്റിലായ D സുധീഷ് കുമാർ CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. എല്ലാറ്റിനും ഒടുവിൽ CPMൻ്റെ മുതിർന്ന നേതാവ് N വാസു കൂടി ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണിരിക്കുന്നു. ഇത് തീർച്ചയായും CPMന് കിട്ടിയ ഒരു പ്രഹരമാണ്. അയ്യപ്പൻ വളരെ ശക്തമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തി എന്നതിൻ്റെ ഒരു തെളിവ് നമുക്ക് മുന്നിലുണ്ട്. കേരളം അത്രയൊന്നും ഈ ശബരിമല കൊള്ളയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരുന്നൊരു കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങൾ. ഇതിനൊടുവിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനം സർക്കാർ എടുക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതേ N വാസുവാണ്. വാസുവിൻ്റെ പ്രേരണയിലാണ് പിണറായി വിജയനും CPMും ഒക്കെ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പ്രോഗ്രാം ശബരിമലയിൽ നടത്തുന്നത്, പമ്പയിൽ നടത്തുന്നത്. അന്ന് ശബരിമല മറ്റ് ചില വിഷയങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. പുണ്യ പൂങ്കാവനത്തിൽ ഇത്തരമൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിനെ ഒരു കച്ചവട മേഖലയാക്കി മാറ്റാനുള്ള സർക്കാരിൻ്റെ തത്രപ്പാട്, അയ്യപ്പ വിശ്വാസികളെ കബളിപ്പിച്ച് അവരുടെ വോട്ട് പിടുങ്ങാനുള്ള നീക്കങ്ങൾ, ഇതിനെതിരെ ശക്തമായ ചലനങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത് വിധി വൈപരീത്യമെന്നേ പറയേണ്ടൂ. അന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിച്ച N വാസു ഇനി അഴിക്കുള്ളിലാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം ഹൈക്കോടതി ശക്തമായ നിലപാടിന് കൈക്കൊണ്ടിരിക്കുന്നു. എത്ര ഉന്നതരായാലും അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. N വാസു കുടുങ്ങിയതിന് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഒരു ഓൺ റെക്കോർഡ് അന്വേഷണം നടക്കുന്നതാണ്. നേരത്തെ D സുധീഷ് കുമാർ എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ ചോദ്യം ചെയ്തപ്പോൾ സുധീഷ് കുമാർ അയ്യപ്പ ഭക്തിയിൽ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. കാരണം സുധീഷ് കുമാർ ഇവിടെ ഒരു കുറ്റവാളിയാണെങ്കിലും നാട്ടുകാർക്ക് അയാൾ വലിയൊരു കുറ്റവാളിയൊന്നുമല്ല, ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. സുധീഷ് കുമാർ പലരുടെയും ഉപകരണമായിരുന്നു. മുൻപ് ചില വിജിലൻസ് കേസിലൊക്കെ പെട്ടിട്ടുണ്ട്. അത്ര ഒരു വളരെ സ്വാത്വിക ജീവിതമൊന്നുമല്ല. സ്വാർത്ഥനും കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവനും ചെറിയ കൊള്ളക്കാരനുമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കൊടും കൊള്ളക്കാരുടെ നിര വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഭേദമാണ് D സുധീഷ് കുമാർ, തമ്മിൽ ഭേദമാണ്. സുധീഷ് കുമാറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ SP ശശിധരൻ വളരെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ നടത്തി. ഇത് അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്ന് കൊള്ളം ചെയ്യപ്പെട്ട ആസ്തികളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. ഇതിന് നിങ്ങൾ കള്ളം പറഞ്ഞാൽ അത് അയ്യപ്പ കോപത്തിന് ഇടയാക്കും എന്ന് വരെ അന്വേഷണ സംഘം പറഞ്ഞപ്പോൾ ഞെട്ടിവിറച്ചു പോയി സുധീഷ് കുമാർ. പിന്നീട് സുധീഷ് കുമാർ പലതും തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് N വാസുവിൻ്റെ പേര് പുറത്തു വരുന്നത്.
എൻ വാസു കുടുങ്ങുമ്പോൾ എൻ വാസുവിൻ്റെ വലങ്കൈയായി നിന്ന മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, നിലം പൊത്തുന്ന കാഴ്ച. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടും കൊള്ള നടത്തി എന്ന ആരോപണം ആദ്യം പൊതുമണ്ഡലത്തിൽ ഉയർന്നു വന്നപ്പോൾ അന്ന് കേരളത്തിലെ മാധ്യമങ്ങളോട് ചില വിശദീകരണവുമായി ഇതേ എൻ വാസു രംഗപ്രവേശം ചെയ്തിരുന്നു. പോറ്റിയെ തനിക്കറിയില്ല. 2019 ഡിസംബറിൽ തനിക്കൊരു ഇമെയിൽ വന്നിരുന്നു. ആ ഇമെയിലിന് താൻ മറുപടിയൊന്നും അയച്ചില്ല, അത് ബോർഡിന് ഫോർവേഡ് ചെയ്യുക മാത്രമാണ്. ഒന്നും അറിയാത്തതുപോലെ പ്രതികരിച്ച അതേ എൻ വാസു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ആലില പോലെ വിറച്ച് പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ കുനിഞ്ഞു നിൽക്കുന്ന എൻ വാസുവിനെയാണ് അന്വേഷണ സംഘം കണ്ടത്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അയ്യപ്പ സന്നിധിയിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ ആ ആസ്തിയുടെ മൂല്യമല്ല, അതിനേക്കാൾ വലിയ വിശ്വാസത്തെയാണ് ഇവർ കൊള്ളയടിച്ചിരിക്കുന്നത്. അവിടെ കട്ടിളയും വാതിൽപ്പടിയുമൊക്കെ ഉൾപ്പെടുന്ന ആ ശബരിമല സന്നിധാനത്തേക്കുള്ള പ്രവേശന കവാടം, അതിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കുന്നതിൽ അന്ന് നിർദ്ദേശം നൽകുകയും അതിനുവേണ്ട ക്രമീകരണങ്ങൾ, ഗൂഢാലോചനകൾ നടത്തുകയും ചെയ്ത വ്യക്തിയാണ് എൻ വാസു എന്ന് തെളിഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ശബരിമല കൊള്ളയുടെ കേന്ദ്ര ബിന്ദു, മുഖ്യപ്രതി, കൊടും ഭീകരൻ ഇപ്പോൾ എൻ വാസു അറസ്റ്റിലാകാൻ പോകുന്നു എന്ന വാർത്തയാണ് കേരളത്തിന് മുന്നിലുള്ളത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് SIT ഒരു പിൻവലിവ് നടത്തുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. കാരണം ഹൈക്കോടതി അടക്കം പറയുന്നുണ്ട് എത്രയാണ് പോയതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ തെളിവുകൾ കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടൊരു മെല്ലെപ്പോക്ക് അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ തൊടാൻ പേടിക്കുന്നു? അങ്ങനെ സത്യത്തിൽ SITക്ക് പേടിയുണ്ട്? അതിനൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ എൻ വാസു പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ചുക്കാൻ പിടിച്ച നേതാവ്, CPM-ന് വളരെ പ്രിയപ്പെട്ടവൻ. അതുകൊണ്ടാണല്ലോ അമ്പരപ്പിക്കുന്ന ഈ വാസുവിൻ്റെ വളർച്ച. എൻ വാസു വളരെ ബുദ്ധിമാനായ ഒരു കൊള്ളക്കാരനാണ്. 2019 മാർച്ച് 19 കമ്മീഷണർ സ്ഥാനത്തിരുന്നു കൊണ്ട് ശബരിമലയിലെ കട്ടിളയും വാതിലിലുമൊക്കെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകുന്ന ആ ഉത്തരവിൽ വേണ്ട നിർദ്ദേശം നൽകുന്നത് ഇതേ കമ്മീഷണറായിരുന്ന എൻ വാസു. പിന്നീട് മാർച്ച് 31 എൻ വാസു കമ്മീഷണർ സ്ഥാനം ഒഴിയുന്നു. അപ്പോൾ 19-31 ഇടയിലുള്ള 11 ദിവസങ്ങൾ കൂടിയാണ് പിന്നീട് കമ്മീഷണറുടെ കസേരയിലിരുന്നത്. ഈ വിവാദം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെ എൻ വാസു ഒരു വിചിത്ര പ്രസ്താവന നടത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ താൻ കമ്മീഷണറോ പ്രസിഡൻറ്റോ ആയിരുന്നില്ല എന്നായിരുന്നു അന്ന് വാസു പറഞ്ഞത്. പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. ഈ മാർച്ച് 31 വാസു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നു. തൊട്ടു പിന്നാൽ 2020 കോവിഡ് കാലം. എൻ വാസുവിന് വളരെ മാരകമായ ഒരു രോഗം പിടിപെടുന്നു, വെന്റിലേറ്ററിലാകുന്നു. ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ. അന്ന് വാസുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏറ്റവും വലിയ ശ്രമങ്ങൾ നടത്തിയത് സംസ്ഥാന സർക്കാരാണ്. വെന്റിലേറ്ററിൽ നിന്ന് ജീവനോടെ വാസുവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അന്ന് പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് നവോത്ഥാനത്തിൻ്റെ ബുദ്ധി ഉപദേശിച്ച ഇതേ നേതാവിനെതിരെ അന്ന് അയ്യപ്പ വിശ്വാസികൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. വാസുവാണ് അന്നത്തെ ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നിൽ കളിച്ച മുഖ്യ കാർമ്മികൻ. അത് കേരളത്തിന് വ്യക്തമായി അറിയാം. അതേ വാസുവിനെ പിന്നീട് പിണറായി വിജയൻ തിരികെ കൊണ്ടുവരുന്നത് ദേവസ്വം കമ്മീഷണർ എന്ന സ്ഥാനത്തേക്കല്ല, ദേവസ്വം പ്രസിഡൻ്റാക്കിയാണ്. അപ്പോൾ ഒരിക്കൽ പ്രസിഡന്റിൻ്റെ തലയ്ക്ക് മുകളിൽ പ്രവർത്തിച്ച കമ്മീഷണർ, ശബരിമല കൊള്ളയുടെ എല്ലാ ചുക്കാനും പിടിച്ച ഇതേ കമ്മീഷണർ, എൻ വാസുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ഇവിടെ ഒന്ന് പരിശോധിക്കണം. എൻ വാസു തന്നെ PA ആക്കിയത് D. സുധീഷ് കുമാറിനെയാണ്. സുധീഷ് കുമാറിനെ കുറിച്ച് അത്ര നല്ല പശ്ചാത്തലമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സുധീഷ് കുമാറിനെ PA ആക്കുന്നതിൽ വലിയ വിയോജിപ്പ് ദേവസ്വം ബോർഡിലെ ചില അംഗങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. ദേവസ്വം ബോർഡിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. കാരണം സുധീഷ് കുമാറിനെ കുറിച്ച് ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ തന്നെയാണ് മുഖ്യം. അന്ന് മെസ് വിവാദം, വിജിലൻസിൻ്റെ അന്വേഷണ പരിധിയിലുള്ള ചില കാര്യങ്ങൾ. എന്നാൽ സുധീഷ് കുമാറിനെ തൻ്റെ PA ആക്കി സമർത്ഥമായി കരുക്കൾ നീക്കി. പിന്നീട് ഇതേ സുധീഷ് കുമാർ ശബരിമലയിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാകുന്നു. മറുവശത്ത് മുരാരി ബാബു ശബരിമലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറുവശത്ത് NSSൻ്റെ ഏറ്റവും വലിയ നേതാവും സുകുമാരൻ നായരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനുമാണ്. എൻ വാസു സുകുമാരൻ നായരുമായൊരു പാലമിട്ടത് മുരാരി ബാബു വഴിയാണ്. ഇതേ മുരാരി ബാബുവിനെ ഉപയോഗപ്പെടുത്തിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സുകുമാരൻ നായരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിച്ചെടുത്തത്, NSSൻ്റെ പിന്തുണ ഉറപ്പിച്ചെടുത്തത്. അപ്പോൾ സമർത്ഥമായി CPM-ന് വേണ്ടി, സർക്കാരിന് വേണ്ടി കരുനീക്കങ്ങൾ നടത്താൻ പ്രാപ്തനാണ് ഈ പ്രായത്തിലും എൻ വാസു. ഒടുവിൽ കൃത്യമായ തെളിവുകളോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ
മുന്നിലല്ല ഇപ്പോൾ വാസു വീണിരിക്കുന്നത്, ശബരിമല അയ്യപ്പൻ്റെ മുന്നിലാണ്. അവിടെ നിന്ന് അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ 3-ാം പ്രതിയാക്കി വാസുവിനെ പ്രതി ചേർത്ത് പുതിയ കേസ് കൂടി വന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും FIR-ൽ പോലും വാസുവിൻ്റെ പേരെടുത്ത് പറയുന്നില്ല. ഈ എക്സിക്യൂട്ടീവ്, ഈ സെക്രട്ടറി എന്നൊക്കെ മാത്രം, ആ സ്ഥാനപ്പേര് മാത്രം പറഞ്ഞുകൊണ്ടാണ് SIT പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ ഈ ഒരു പേടി എത്ര കാലം SITക്ക് മുന്നിൽ? ഇന്ന് രാവിലെ ഹൈക്കോടതിക്ക് മുൻപാകെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചു അന്വേഷണ സംഘം. ആ റിമാൻഡ് റിപ്പോർട്ടിലാണ് N വാസുവിൻ്റെ പ്രതി സ്ഥാനത്തെക്കുറിച്ചുള്ള വിശദീകരണമുള്ളത്. കാരണം അത്തരമൊരു വിശദാംശം ഉൾപ്പെടുത്തി മാത്രമേ അന്വേഷണ സംഘത്തിന് ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ. ഓൺ റെക്കോർഡിലാണ് ചോദ്യം ചെയ്യലുകൾ അത്രയും. അപ്പോൾ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തത്, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്തത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് എല്ലാം ഹൈക്കോടതിക്ക് മുന്നിൽ ഇങ്ങനെ മിന്നുന്ന തെളിവുകളായുണ്ട്. ഹൈക്കോടതി അടച്ചിട്ട മുറിയിലാണ് ഇത്തരം വാദം കേൾക്കുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിക്കുന്നതുമൊക്കെ. പക്ഷെ അതും ഓൺ റെക്കോർഡിലാണ്. ചുരുക്കത്തിൽ അയ്യപ്പൻ്റെ പൂർണ്ണ നിരീക്ഷണം തലയ്ക്ക് മുകളിൽ, ക്യാമറ കണ്ണുകൾ നേർക്കുനേർ നിൽക്കുന്നു. ഇവിടെ സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല. അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അതുതന്നെയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതെങ്കിലും ഇവിടെ അയ്യപ്പൻ്റെ ഒരു ഇടപെടലുകൾ എല്ലാ തലങ്ങളിലുമുണ്ട്. അതിപ്പോൾ ഹൈക്കോടതിയുടെ രൂപത്തിലാണ്. ഹൈക്കോടതി വളരെ ശക്തമായി നിലപാടെടുത്തിരിക്കുന്നത് സർക്കാരിനെ കുഴയ്ക്കുന്നു. അതുകൊണ്ടാണ് എല്ലാറ്റിനും ഒടുവിൽ പിണറായിയുടെ വിശ്വസ്തനെ തന്നെ വിട്ടുകളയേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. N വാസു അറസ്റ്റിലേക്ക് നീങ്ങും എന്നത് ഉറപ്പാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇയാളെ കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നില്ല എന്ന ചോദ്യമാണ് കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. 3-ാം പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് ഇതേ N വാസു. നേരത്തെ 2-ാം പ്രതിയാക്കിയ മുരാരി ബാബുവിന് വലിയ VIP പരിഗണനയൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് നമ്മൾ കണ്ടതാണ്. സാധാരണ ഇത്തരം കൊടിയ കുറ്റവാളികളെ കൈവിലങ്ങ് വെച്ച് സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് തടവറയ്ക്കുള്ളിലാക്കുന്ന ഒരു പോലീസ് സംവിധാനം എന്തുകൊണ്ട് നിസ്സഹായതയോടെ ഇവിടെ നോക്കി നിൽക്കുന്നു എന്ന ചോദ്യവും വളരെ ശക്തമാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഈ കസ്റ്റഡിയിൽ സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൈവിലങ്ങ് വെക്കുന്നതിന് ആ നിമിഷം തന്നെ തലകറങ്ങി വീഴുന്നതും അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം വരുന്ന നാടകമൊക്കെ അഭിനയിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ പോലെ എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. വാസുവിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. വാസുവിനെ ജയിലിലടയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം വാസുവിനെ പിടികൂടിയാൽ അപ്പോഴേ അസുഖബാധിതനാണ് എന്നൊരു പൊതു പ്രതീതി സൃഷ്ടിച്ചിട്ടുണ്ട് വാസുവിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് വാസുവിന് തലയിറങ്ങി വീണ് നേരെ ആശുപത്രിയിൽ പോയി സുവാസമൊക്കെ കഴിയാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ അതിനപ്പുറം ജനങ്ങൾ എത്രമാത്രം ഈ കൊള്ളക്കാരെ വെറുക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാനം. അയ്യപ്പൻ്റെ മുതൽ കൊള്ളയടിച്ച ഈ കൊള്ള സംഘത്തെ പൂർണ്ണമായി എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണിപ്പോൾ. ഇനി നമുക്കറിയേണ്ടത് ദേവസ്വം കമ്മീഷണർ ഇത്തരമൊരു നിർദ്ദേശം നൽകണമെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മറികടന്നാണ് N വാസു ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ വാസുവിൻ്റെ അന്നത്തെ ഇടപെടലുകൾ നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് AKG സെൻറ്ററിലാണ് അന്ന് വാസുവിന് ബന്ധം. 2019 വാസു ശക്തനാണ്. അന്ന് 2019 വാസു AKG സെൻട്രൽ കൊടിയേരിയുമായി മാത്രമല്ല ചർച്ച നടത്തിയത്. അന്ന് ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ CPM ഉന്നതർ മറ്റാരെങ്കിലുമൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഏതൊക്കെ ഉന്നതരുടെ ഗൂഢാലോചന ഈ സ്വർണ്ണക്കൊള്ളയിലുണ്ട്? ഗൗരവമേറിയ ചോദ്യങ്ങളിലേക്കാണ് ഇപ്പോൾ കേരളം കടക്കുന്നത്. മറുവശത്ത് കട്ടിളയും വാതിൽ പാളിയുമൊക്കെ ഒരു വശത്ത് സ്വർണം പൊതിഞ്ഞു അത് കൊള്ളയടിക്കപ്പെട്ടു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിക്കപ്പെട്ടു. എന്നാൽ അതുമാത്രമായിരിക്കില്ല ഈ കൊള്ളക്കാരുടെ ആത്യന്തിക ലക്ഷ്യം. അവരുടെ ലക്ഷ്യം വളരെ വിശാല അർത്ഥത്തിൽ ശബരിമലയെ പൂർണ്ണമായി കൊള്ളയടിച്ച് മാറ്റുകയാണ്. ഒരു മണ്ഡലകാലത്ത് ഏകദേശം 400 കോടിയോളം പിരിവ് വീഴുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രമാണ്. അതിൽ എത്ര കോടി മുക്കപ്പെട്ടു? ഭണ്ഡാരത്തിന് പുറത്തേക്ക് വീഴുന്ന എത്രയധികം നാണയത്തുട്ടുകൾ അല്ലെങ്കിൽ എത്രയധികം സ്വർണ്ണത്തകിടുകൾ അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടു? ശബരിമലയിൽ എത്ര കോടികളുടെ കോൺട്രാക്റ്റ് ഇടപാടുകളുണ്ട്? അതിൽ തട്ടിപ്പുകൾ എത്രമാത്രമാണ്? അപ്പോൾ അന്വേഷണത്തിൻ്റെ വളരെ വ്യാപ്തിയിലേക്ക് കടന്നാൽ കേരള ഭയക്കുന്ന ഞെട്ടുന്ന പല സത്യങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കരുതിയതിനേക്കാൾ ഭീകരമാണ്, അപകടകരമാണ് അവിടുത്തെ അന്നത്തെ അവസ്ഥ. അത് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും.
തീർച്ചയായിട്ടും ഈ 2025 ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. എനിക്ക് തോന്നുന്നു കോടതി കൂടുതൽ ശക്തമായി ഈ ഒരു കാര്യത്തിൽ നിലപാട് പറയാൻ ഒട്ടും മടി കാണിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യം മുതലായിരുന്നാലും ഇന്നായിരുന്നാലും നമുക്ക് അതാണ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ കോടതിന് മുന്നിൽ ഒരു കളിയും നടക്കില്ല എന്ന് വ്യക്തമാകുന്നതല്ലേ വീണ്ടും ഈ ഒരു ഇവിടെ ശശിധരനെ പോലെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത കൂടി നമ്മൾ എടുത്തു പറയണം. കോടതിയുടെ ഓരോ ചോദ്യങ്ങൾക്കും അവർ വ്യക്തതയോടെ ഉത്തരങ്ങളുമായാണ് എത്തിയത്. കോടതിയുടെ ചോദ്യത്തിന്റെ പ്രത്യേകത വളരെ കാമ്പുള്ള ചോദ്യങ്ങളാണ്. കോടതി കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, നിങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ അന്വേഷണം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു, ഈ ചോദ്യത്തിന് വ്യക്തതയോടെ ഉത്തരം പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ് SIT ടീം അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് വലിയൊരു വെല്ലുവിളിയാണ് മുന്നിലുള്ളത്. ഏതെങ്കിലും ഘട്ടത്തിൽ അവിടെ ഒരു പാളിച്ച സംഭവിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡിൽ കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടും. അത് സെക്രട്ടേറിയറ്റിനെ മാത്രമല്ല, AKG സെൻറ്ററിൻ്റെ അടിത്തറ പോലെ ഇളക്കി കളയും. ശബരിമലയിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ട ആ സ്വർണം എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഒരു പരിധിവരെ ഗോവർദ്ധൻ്റെ സ്വർണ്ണക്കട വരെ എത്തിയതേ ഉള്ളൂ. പക്ഷേ അതിലുമപ്പുറം ഏതെങ്കിലുമൊക്കെ നിധിശേഖരങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ഖജനാവിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലെത്തും. അതിലേക്ക് CBI എത്തിയാൽ പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴും, പല ഭണ്ഡാരങ്ങളും പൊട്ടിക്കപ്പെടും. അത് ഭയത്തോടെയാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ശക്തമായ ഉത്തരങ്ങളോടെ അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാന സർക്കാർ പതിക്കും. പിന്നെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച്, പിണറായിയെക്കുറിച്ചൊക്കെ ഒരു പൊതുധാരണയുണ്ട്, ഏത് CBI വന്നാലും അവരെയൊക്കെ ഒതുക്കാനുള്ള ശക്തി ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ ഒതുക്കാനുള്ള ശക്തി ഏറെ ദുർബലമായിരിക്കുന്ന അവസ്ഥയിലാണ്. തൊട്ടു മുന്നിൽ നിൽക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, ഇനി ഒരു 6 മാസം മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അതിനിടയിൽ ഒരു കേന്ദ്ര ഏജൻസി കൂടി കേരളത്തിലേക്ക് എത്തിയാൽ വലിയ തലവേദന ഉണ്ടാക്കും. ഒരുപക്ഷെ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും പിണറായി CPM ഒക്കെ. അതവർക്കറിയാം. അതുകൊണ്ടാണ് വാസുവിനെ ഒടുവിൽ കൈയൊഴിയേണ്ടി വരുന്നത്. പക്ഷെ വാസുവിൽ തീരുമോ, അതാണ് ചോദ്യം. തീർച്ചയായിട്ടും ആ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങളും. വാസു ഉടൻ അറസ്റ്റ്, അല്ലെങ്കിൽ വാസു അറസ്റ്റിൽ എന്ന ബ്രേക്കിംഗ് ന്യൂസ് കേൾക്കാൻ തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത്. വാസു വീഴുമ്പോൾ AKG സെന്ററിൽ കരച്ചിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും നമുക്ക് അടുത്ത ചർച്ചയിൽ കാണാം. നമസ്കാരം. നന്ദി, നമസ്കാരം.